ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി, അതിൻ്റെ പൂ കൊണ്ടുള്ള രസമാണ് അടുത്ത ഐറ്റം ഉണ്ടാക്കുന്നത്. 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി ആയിരിക്കണം. ഇതിന് വേണ്ട ഐറ്റംസ്: ചെമ്പരത്തി ഇതുപോലെ ഇതിൻ്റെ ഈ പൂവ് കളഞ്ഞതിന് ശേഷം ഈ ഇതൾ മാത്രം എടുക്കുക, ഇതിൻ്റെ കടവശം എടുക്കരുത്, ഈ ഇതൾ മാത്രം അരിഞ്ഞു വെച്ചാൽ മതി. ചെമ്പരത്തിപ്പൂവ്, വാളംപുളി പിഴിഞ്ഞ പുളിവെള്ളം, കായം കട്ടായി ഒരു കഷ്ണം ചേർത്താൽ മതി, കട്ടക്കായം തന്നെ ചേർക്കണം. 1 കഷ്ണം ശർക്കര, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കാന്താരി മുളക്. ഇത്രയും ഐറ്റംസ് ആദ്യം നമ്മൾ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് പുളി തിളയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ചേർത്ത് തിളപ്പിക്കും. 1 കഷ്ണം ശർക്കര മധുരം ലേശം വേണ്ടവർക്കിട, നമ്മൾ ലേശം മധുരം എടുത്തുള്ളൂ, അതുകൊണ്ടാണ് ഈ 1 കഷ്ണം ശർക്കര. കട്ട ഇട്ട് തിളപ്പിക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ കുരുമുളക് പൊടിയും സാമ്പാർ പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ പൂവിൻ്റെ ഇതളിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊല്ലമുളകും കടുകും കറിവേപ്പിലയും കൂടി ഒരു നുള്ള് ഉലുവയും കൂടി വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ രസം റെഡിയാവും. ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു സാധനം. പണ്ട് കാലാകാലങ്ങളായിട്ട് ആയുർവേദത്തിലും ഇതിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇതള് ഇതെല്ലാം ഔഷധ ഗുണങ്ങളാണ്. പക്ഷേ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെമ്പരത്തിയുടെ ഇതൾ ഉപയോഗിക്കുന്നത് പഴയ ആയുർവേദത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കറികളിലും മറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യും. ഈ കൊറോണ കാലത്ത് നമുക്ക് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടാൻ ഏറ്റവും നല്ല ഒരു ഉത്തമ ഔഷധ കറിയാണ് ചെമ്പരത്തി രസം. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. ചെമ്പരത്തി രസത്തിൽ ആദ്യം ചെയ്യേണ്ടത് പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം 1 കട്ട ശർക്കര, 1 കഷ്ണം കായം കട്ടയാണ് ചേർക്കേണ്ട, പൊടിയല്ല. മുളക് പൊടി ചെറിയ ടീസ്പൂൺ വരണം. മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ. ഒരു 5 കാന്താരി മുളക് ഇട്ട് തിളച്ചതിന് ശേഷം, ശർക്കര എല്ലാം ഉടഞ്ഞതിന് ശേഷമാണ് ബാക്കി ചേരുവകൾ ചേർക്കുന്നത്. പുളിവെള്ളം, ശർക്കരയും കായവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇത് കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് നമ്മൾ ചെമ്പരത്തിപ്പൂ, ചെമ്പരത്തിപ്പൂവിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഒരു ചെറിയ മണമൊക്കെ വന്നു തുടങ്ങി. ഡസ്റ്റിൻ്റെ
ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, കൊല്ലമുളക്, ഒരല്പം ഉലുവ, കരിവേപ്പിലയും കൂടി ചെമ്പരത്തി രസം റെഡി. ലേശം ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ പോരായ്മ എന്തെങ്കിലും ഉണ്ടോ നോക്കാം.